ഹലോ ഹായ് നമസ്കാരം. ഗരുഡൻ എന്ന് പറയുന്ന തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ഒരേ ഒരു ഘടകം, അത് സൂരി എന്ന അഭിനേതാവാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ തമിഴിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടമാണിത്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന, സ്ഥിരമായി നമ്മൾ കാണുന്നതാണ്. ഒരു നാട്ടുംപുറമാണ്, അവിടെ ഒരു കോവിലുണ്ടാകും, അവിടുത്തെ തിരുവിഴ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരിക്കും. പിന്നെ അതൊക്കെ നോക്കി നടത്തുന്ന ഒരു ജമീന്ദാർ കുടുംബം ഉണ്ടാകും. ആ കുടുംബത്തിലെ ഒരു പുതിയ ആൾ, അല്ലെങ്കിൽ അവരിലെ പഴയ ആളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്കൊരു സൗഹൃദം ഉണ്ടാവും. അതുപോലെ തന്നെ അവരെ എല്ലാ കാര്യത്തിനും അകമഴിഞ്ഞ് സഹായിക്കുന്ന, മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ എല്ലാ കാര്യവും നടത്തി കൊടുക്കുന്ന ഒരു ജോലിക്കാരൻ കൈൻഡ് ഓഫ് ഒരാളുണ്ടാവും. ആ കോവിലിനെയോ നാടിനെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിനെയോ, ജമീന്ദാർ കുടുംബത്തിനെയോ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ചേർന്ന് അതിനെ എങ്ങനെ നേരിടുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്പിക്കൈ ദ്രോഹം എന്നൊക്കെ പറയുന്ന പോലത്തെ എലമെൻറ്റുകൾ വരുന്നു. ഇതൊക്കെ ഒരു ടിപ്പിക്കൽ പരിപാടി തന്നെയാണ്. അങ്ങനെ വലിയ പുതുമയുള്ള, ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ സിനിമയിലുണ്ടാകും എന്നൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. പക്ഷേ സൂരി എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ പെർഫോമൻസ് അത് കാണുക എന്നുള്ളത് അതൊരു വലിയ ഘടകം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. വിടുതലൈ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ പാർട്ട് 1 അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിർബന്ധമായും ഒരു സിനിമാ സ്നേഹിയാണെങ്കിൽ കണ്ടിരിക്കണം. കോമഡിയുടെ കാര്യത്തിൽ പുള്ളിയുടെ ടൈമിങ്ങിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ സീരിയസ് റോളിലേക്ക് വരുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞില്ലേ, ഒന്നും പറയാനില്ല എന്ന് പറയുന്ന പോലെ അത്രയും രസമായിട്ട് ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യും. ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് പറയാനുള്ളതും സൂര്യയുടെ പ്രകടന മികവ് തന്നെയാണ്. കാര്യം ഇങ്ങനൊരു ക്യാരക്ടർ, ഇത് സ്ഥിരം നമ്മൾ കാണുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ അതിനകത്ത് ഈ നിഷ്കളങ്കതയുടെ ഒരു എലമെൻറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ആ ക്യാരക്ടറിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം കുറച്ച് മാസ് എലമെൻറ്റുകൾ, ട്രെയിലർ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്ന പോലെ കുറച്ച് മാസ് എലമെൻറ്റുകളൊക്കെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. അത് വളരെ ഓർഗാനിക്കായിട്ട് വന്നു. പെട്ടെന്ന് അതുവരെ ഇല്ലാത്തൊരു ശക്തി വന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു എലമെൻ്റ് അല്ല. അയാൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും, അയാൾ അതൊക്കെ ചെയ്യുന്നതിന് അയാളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ വളരെ ഓർഗാനിക്കായിട്ട് ആ ക്യാരക്ടറെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സിനിമയിൽ ആ ക്യാരക്ടറിനെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതും വെട്രിമാരൻ്റെയാണ് കഥ. അപ്പോൾ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതും അതുപോലെ സൂര്യ അത് ഡെലിവർ ചെയ്തിരിക്കുന്നതും വളരെ രസമായിട്ടാണ്. അതുപോലെ മറ്റ് പ്രകടനങ്ങൾ പറയുമ്പോൾ എല്ലാം കുഴപ്പമില്ലായിരുന്നു. ഈ സിനിമ, അല്ലെങ്കിൽ ഇത്തരമൊരു ടെംപ്ലേറ്റ് സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന മലയാളികളായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെല്ലാവരും അവരിതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ പിന്തുടർന്നിട്ടുള്ള അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, എല്ലാം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ തന്നെ. അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നൊരു സംഭവമേ ഉള്ളൂ. സൂര്യയാണ് ഈ സ്ഥിരം ട്രാക്കിൽ നിന്ന് മാറിയിട്ടുള്ളൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്തിരുന്നതും അത് വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ആ സിനിമയ്ക്ക് ഇതൊക്കെ തന്നെ മതി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 മൊമെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായതുണ്ടായിരുന്നു. ഒന്ന് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് സൂര്യ ഈ പറയുന്ന ഒരു മാസ് എലമെൻറ്റിലേക്ക് വരുന്നത്, പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഈ 2 കാര്യങ്ങൾ എനിക്ക് വളരെ വർക്കായിട്ട് തോന്നി. ഫൈറ്റ് സീക്വൻസുകൾ സൂര്യ ചാർജ് ആവുന്നിടത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു. അതുവരെ വലിയ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടായില്ല. കഥയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടമാണ്. നിങ്ങൾ കുറേ തമിഴ് സിനിമകളൊക്കെ കാണുന്ന, മറ്റ് സിനിമകളും ഒക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്ന കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനൊരു കൊമേഴ്ഷ്യൽ സക്സസ്സിനുള്ള ഫോമുലയുണ്ട്. അതായത് തമിഴിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരം സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആ സിനിമകളിൽ ചിലതൊക്കെ വളരെ വിജയമായി മാറാറുമുണ്ട്. ഇപ്പോൾ സൂര്യ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഒരു കോമഡിയൻ എന്ന് പറയുന്ന ഒരു ട്രാക്ക് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തു തുടങ്ങുന്നു. അതിലൊരു സൈഡ് റോളാണ് ചെയ്യുന്നത്. അവിടുന്ന് പതുക്കെ ഒരു മാസ് ഹീറോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. അതിലേക്ക് വളമിടുന്നത് പോലത്തെ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ തമിഴ് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഈ താരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ആദ്യം അവർ അവതരിപ്പിക്കുന്നത് തല്ലുള്ളിയായിട്ടുള്ള ആർക്കും വേണ്ടാത്ത പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കും അയാൾ സക്സസ് ആകുന്നത്. അതിനുശേഷം പ്രണയമായിരിക്കും പുള്ളിയുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കും. പിന്നെ ജോലി ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം കുടുംബത്തെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നൊരു ട്രാക്കായിരിക്കും. ആ കുടുംബത്തെ സംരക്ഷിച്ച് കുടുംബസ്ഥനായി കഴിയുമ്പോൾ അതൊക്കെ ഒരു നാടിനെ സംരക്ഷിക്കുന്ന ഒരു ജമീന്ദാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലെവലിലേക്കൊക്കെ മാറും. അങ്ങനെയാണ് ഒരു താരത്തിൻ്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഭവം ടെംപ്ലേറ്റ് ആണെങ്കിലും സക്സസ് ആവാനുള്ള എലമെൻറ്റുകൾ അതിനകത്തുണ്ട്. അതിൽ ചിലതൊക്കെ വർക്കായിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യം, ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം, പിന്നെ ഈ സെൻറ്റിമെൻറ്റ്സ്, അതായത് ഈ കട്ടയ്ക്ക് കൂടെ നിന്നിട്ടും ചവിട്ടിത്തേക്കപ്പെടുന്നവൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചിലയിടങ്ങളിൽ വർക്കായിട്ടുണ്ട്. മുഴുവനായിട്ട് ഭയങ്കര ഫീലായി എന്നൊന്നും ഞാൻ പറയില്ല, ചിലയിടങ്ങളിൽ വർക്കായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അവിടെ സക്സസ് ആവാനുള്ള ഒരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. ബോക്സ് ഓഫീസിൽ ഒന്നും തൂക്കിയെടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം വിജയിക്കാനുള്ള സാധനമുണ്ട്. അതിൻ്റെ ഉള്ളുകൊണ്ട് അദ്ദേഹം ഒരു താരമായി വളരുന്നത് എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കോൺസ്റ്റൻ്റായിട്ട് ശ്രമിക്കുന്നവരും, പിന്നെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ റിസൾട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് സൂരി. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് എന്നെ സംബന്ധിച്ചൊരു ആവറേജ് 1 ടൈം വാച്ചബിളാണ് ഈ പറയുന്ന തമിഴ് ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടം എന്നുള്ള രീതിയിൽ. എന്നെ ബോറടിപ്പിക്കാതെ
എന്നാൽ ഭയങ്കര ഓളമൊന്നും ഉണ്ടാക്കാതെ ആ സിനിമ അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഗംഭീര സിനിമ എന്നായിരിക്കാം, ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത സിനിമയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.